എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ് ഇൻ കോളം ആണ്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് സ്ട്രെസ്, എന്താണ് ബെൻഡിങ് സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. അപ്പോൾ കോളം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. വെർട്ടിക്കലായിട്ടുള്ള കംപ്രസീവ് ഫോഴ്സ് എടുക്കുന്ന സ്ട്രക്ചറൽ എലമെന്റ് ആണ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് ലോഡ് വരുന്നുണ്ട്. ഒന്ന് ആക്സിയൽ ലോഡ്. ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിന്റെ എക്സാക്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന ലോഡാണ് ആക്സിയൽ ലോഡ്. ഇപ്പൊ ഈ ഒരു കോളം ശ്രദ്ധിക്കുക, ഇതിന്റെ കറക്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിൽ തന്നെയാണ് ഈ പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആൻ ആക്സിയലി ലോഡഡ് കോളം. ഇനി ഈ ഒരു കോളം നിങ്ങൾ ശ്രദ്ധിക്കാം, ഇതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അവിടെ നിന്നും കുറച്ച് വലത്തോട്ട് മാറിയിട്ടാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആൻ എക്സെൻട്രിക് ലോഡ്. ആൾ കുറച്ച് എക്സെൻട്രിക് ആണ്. ആ ഒരു എക്സെൻട്രിസിറ്റി, ആ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ടു ദി പോയിന്റ് ഓഫ് ആക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഈസ് നോൺ ആസ് എക്സെൻട്രിസിറ്റി. ഓക്കെ, സോ ആ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സെൻട്രിസിറ്റി. സാധാരണ നമുക്ക് എക്സെൻട്രിസിറ്റി രണ്ട് ആക്സിസിൽ വരാറുണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 3 ആക്സിസിലായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം, 3 ടൈപ്പായിട്ട് മാറ്റാം. ഒന്ന് എക്സ് ആക്സിസിലെ എക്സെൻട്രിസിറ്റി, ഇത് പ്ലാൻ വ്യൂ ആണ്. നിങ്ങളുടെ കോളത്തിന്റെ പ്ലാൻ വ്യൂ ആണിത്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ്. സോ ദിസ് ഈസ് ദി സിമെട്രിക് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ദിസ് ഈസ് ദി സിമെട്രിക് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഇവിടെ, അതായത് ഇവിടെ നിന്നും വലത്തോട്ട് മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു എക്സെൻട്രിക് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതും ഈ ഒരു ആക്സിസിന് വെച്ച് എക്സെൻട്രിക് ആണ്, ഈ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യുന്നത്. സോ ഇത് രണ്ടും യൂണി ആക്സിയൽ ബെൻഡിങ് ആണ്, അതായത് ഏതെങ്കിലും ഒരു ആക്സിസിൽ മാത്രമാണ് ഇതിന് ബെൻഡിങ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് നോക്കാം, ഇതിന് രണ്ട് ആക്സിസിലും എക്സെൻട്രിസിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയും ഇവിടെ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടുമാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഇത് ബൈ ആക്സിയൽ എക്സെൻട്രിസിറ്റി ആണ്. സോ ഇതിന് രണ്ട് ആക്സിസിലും അത് കാരണം കൊണ്ട് ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എക്സെൻട്രിക് ആയിട്ടുള്ള കോളമാണ്. യൂണി ആക്സിയൽ ബെൻഡിങ് ഉള്ള എക്സെൻട്രിക് ആയിട്ടുള്ള കോളത്തിന്റെ താഴെ വരുന്ന സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ശരിക്കുള്ള കോളം. അപ്പൊ നമ്മൾ നമ്മുടെ ഈസിനെസ്സിനായിട്ട് ഇതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് നമുക്ക് ജസ്റ്റ് നോക്കേണ്ടത്. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് പി അറ്റ് എ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അറ്റ് ആൻ എക്സെൻട്രിസിറ്റി ഇ. ഓക്കെ, ഞാൻ ഇതിന്റെ എക്സാക്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലായിട്ട് ഒരു പി ഇങ്ങോട്ടും ഒരു പി മുകളിലോട്ടും കൊടുക്കുകയാണ്. കാരണം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ദെൻ ഞാൻ ഇവർ രണ്ടുപേരെയും ഗ്രൂപ്പ് ചെയ്യാണ്. ഈ ഒരു ഇതിനെയും നമ്മുടെ സ്വന്തം ഫോഴ്സ് ആയിട്ടുള്ള ഇതിനെയും ഗ്രൂപ്പ് ചെയ്യാണ്. ഇതിനെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തി. അപ്പൊ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇതൊരു കപ്പിളാണ് അല്ലെ, ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കപ്പിളാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് പി ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഫോഴ്സസ് സ്മോൾ ലെറ്റർ ഇ ആണ്. സ്വാഭാവികമായിട്ടും ആസ് പെർ മൊമെന്റ് പി ഇൻറ്റു ഇ എന്ന് പറയുന്ന ഒരു കപ്പിളാണ് ഇവിടെ ആക്ട് ചെയ്യുക. അതിങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഈ കാണുന്ന കോളത്തിന്, ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള കോളത്തിന്റെ ലോഡിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. എങ്ങനെ? ഒരു ആക്സിയലി ലോഡഡ് ആയിട്ടുള്ള സെയിം ഫോഴ്സും ഒരു മൊമെന്റും ആക്കി നമുക്ക് മാറ്റാം. ആ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് പി ഇൻറ്റു ഇ ആണ്. ഓക്കെ, ഈ കാണുന്ന അതേ ഫിഗർ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ മാറ്റി, ഇവിടെ മാറിയിരുന്ന ലോഡിനെ സെൻട്രിക് ആക്കി പകരം ഒരു മൊമെന്റും ഇവിടെ കൊടുത്തു. ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം ഇത് ആക്ച്വൽ സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഫോഴ്സ് ബൈ ഏരിയ അങ്ങനത്തെ ഒരു സ്ട്രെസ് ആയിരിക്കും ത്രൂ ഔട്ട് ഇതിന് ആക്ട് ചെയ്യാം. ഇനി ഇതൊരു മൊമെന്റ് ആണ്. സ്വാഭാവികമായിട്ടും മൊമെന്റ് ഉണ്ടാകുന്ന സമയത്ത് ബെൻഡിങ് ആണ് ഡെവലപ്പ് ആവുക, ബെൻഡിങ് സ്ട്രെസ് ആണ് ഡെവലപ്പ് ആവുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരുപാട് സ്ട്രെസ് ആണ് ആക്സിയൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, ടോർഷണൽ സ്ട്രെസ്, അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, ടോർഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഷിയർ സ്ട്രെസ് ആണ്, ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ഇപ്പൊ ഈ ഒരു ഫിഗറിനെ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു വെച്ചു വിചാരിക്കുക, ഇതൊരു ബീമായി മാറി അല്ലെ. ഒരു ബീമിൽ ഒരു ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്
കോളത്തിൽ ഈ മൊമെന്റ് ആക്ട് ചെയ്യുക. അപ്പൊ അതിന്റെ പേര് നമ്മളൊന്ന് മാറ്റും. അതിന്റെ പേര് നമ്മൾ എന്താക്കും? ബക്ലിംഗ് മൊമെന്റ് എന്ന് പറയും. ബക്ലിങ്ങിന് കാരണമാക്കുന്ന മൊമെന്റ്. ബീമിലാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയും, കോളത്തിലാണെങ്കിൽ ബക്ലിംഗ് മൊമെന്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ബെൻഡിങ് സ്ട്രെസ് ആണ് ഈ കാണുന്നത് M/Z എന്ന് പറയുന്ന. അപ്പൊ ഒരു ആക്സിയൽ ലോഡഡ് കോളം ആണെങ്കിൽ അതിന്റെ താഴെ ഡയറക്റ്റ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ഒരു ഡയറക്റ്റ് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒരു എക്സെൻട്രിക് കോളം ആണെങ്കിൽ അതിന്റെ താഴെ ഡയറക്റ്റ് സ്ട്രെസ് ഉണ്ടാവും, ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവും. സോ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതായിരിക്കും. അപ്പൊ നമുക്കറിയാം ഈ ഡയറക്റ്റ് സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കംപ്രഷൻ ആയിരിക്കും. അത് ത്രൂ ഔട്ട് ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അതിനുണ്ടാവുക. ഓക്കെ, ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഒരേ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ബെൻഡിങ് സ്ട്രെസ് അങ്ങനെയല്ല. നമുക്കറിയാം ഇവിടെ ബെൻഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇവിടെ പിടിച്ചൊരു കോളത്തിന്റെ അവിടെ അമർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ സൈഡ് പൊന്താൻ ഒരു സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് ഹിയർ ദർ ഇസ് എ ടെൻഷൻ ആൻഡ് ഹിയർ ദർ ഇസ് എ കംപ്രഷൻ. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് വരിക. ബെൻഡിങ് സ്ട്രെസ് ഇവിടെ ടെൻഷനും ഇവിടെ കംപ്രഷനുമാണ് വരിക. ടെൻഷനെ സാധാരണ മൈനസ് എന്ന് കാണിക്കാറുണ്ട്, കംപ്രഷനെ പ്ലസ് എന്ന് കാണിക്കാറുണ്ട്. കംപ്രഷനെ പ്ലസ് എന്ന് കാണിക്കുന്നതുകൊണ്ട് ഇതിനും പ്ലസ് ആണ് വരിക, കാരണം ഇത് ഫുൾ കംപ്രഷൻ ആണ്. സോ നമ്മുടെ എക്സെൻട്രിക് കോളത്തിന്റെ താഴെ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് സ്ട്രെസ് ഇസ് ദി കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്. ഇവിടെ ഇത് രണ്ടും തമ്മിൽ കുറച്ച വാല്യൂ, ഇവിടെ അത് രണ്ടും തമ്മിൽ കൂട്ടിയ വാല്യൂ ആണ്. ഓക്കെ, ഇനി ഡയറക്റ്റ് സ്ട്രെസിന്റെ മാഗ്നിറ്റ്യൂഡും ബെൻഡിങ് സ്ട്രെസിന്റെ മാഗ്നിറ്റ്യൂഡും ജസ്റ്റ് പറയാം. ഇതിന്റെ P/A ആണ്, ഇതിന്റെ M/Z ആണ്. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ മോഡുലസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും Z എന്ന് പറഞ്ഞാൽ I/Y ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും എഴുതാം. ഓക്കെ, സോ യു ഹാവ് ടു സ്ട്രെസ്, ദാറ്റ് ഈസ് ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്. ദി ഫോർമുല ഈസ് ഡയറക്റ്റ് സ്ട്രെസ് P/A, ബെൻഡിങ് സ്ട്രെസ് M/Z. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P × ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണിത്. P/A + M/Z ആണ് മാക്സിമം സ്ട്രെസ്. അപ്പൊ നമുക്ക് M നെ നമുക്ക് P × E എന്ന് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഇത് റെക്ടാങ്കുലർ സെക്ഷൻസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫോർമുല. ഓക്കെ, എക്ക് പകരം B × D യും സെഡിന് പകരം BD²/6 കൊടുത്തിട്ട് BD പുറത്തെടുക്കുമ്പോൾ കിട്ടുന്നതാണ്. നിങ്ങൾ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ മാക്സിമം സ്ട്രെസ് P/A × 1 + 6E/B ആണ്. മിനിമം സ്ട്രെസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മൈനസ് വരുന്നതാണ്. ഓക്കെ, ഇത് റെക്ടാങ്കുലർ സെക്ഷന്റെ മാക്സിമം സ്ട്രെസ്സും മിനിമം സ്ട്രെസ്സും. ഈ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സും ആഡ് ചെയ്തതും, മിനിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്ട്രെസ്സും ബെൻഡിങ് സ്ട്രെസ്സും തമ്മിൽ കുറച്ചതാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊരു ആക്ച്വൽ കണ്ടീഷനിലോട്ട് വരുമ്പോൾ ഇത് കംപ്രഷൻ സ്ട്രെസ് ആയതുകൊണ്ട് കോൺക്രീറ്റ് ആണ് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിന് താങ്ങാവുന്ന മാക്സിമം സ്ട്രെസ്സേ അവിടെ പാടുള്ളൂ. മാസണറി സ്ട്രക്ചർ ആണെങ്കിൽ അതിന് താങ്ങാവുന്ന മാക്സിമം സ്ട്രെസ്സേ അവിടെ പാടുള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു മാക്സിമം സ്ട്രെസ്സിന്റെ ഇമ്പോർട്ടൻസ്. മിനിമം സ്ട്രെസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിനോ മാസണറിക്കോ ഒരിക്കലും ടെൻഷൻ എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കോൺക്രീറ്റിന് ക്രാക്ക് സംഭവിക്കും. മാസണറി സ്ട്രക്ചർ ആണെങ്കിൽ അതിന്റെ മോർട്ടാറിനോ അല്ലെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലിനോ ക്രാക്ക് സംഭവിക്കും. സോ നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചേഴ്സിൽ ഒന്നും ടെൻഷൻ നമ്മൾ അനുവദിക്കാനായിട്ട് പാടില്ല. ഓക്കെ, സോ യു ഹാവ് ടു ബോദർ അബൌട്ട് ദിസ് മിനിമം സ്ട്രെസ്. ഓക്കെ, ഇതിനെപ്പറ്റി നിങ്ങൾ ബോദർ ചെയ്യണം. കോൺക്രീറ്റിനോ മാസണറി സ്ട്രക്ചറിനോ താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതൽ ഈ വാല്യൂ ആവാൻ പാടില്ല എന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ M25 കോൺക്രീറ്റ് ആണെങ്കിൽ 25 Nm²ലും കൂടാൻ പാടില്ല. അല്ലെങ്കിൽ നല്ലൊരു ഇഷ്ടികൊക്കെ ആണെങ്കിൽ 5 to 7 ആണ് വരിക അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്, അതിനെക്കാട്ടിലും കൂടാൻ പാടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ടെൻഷൻ നമ്മൾ അലോ ചെയ്യാറില്ല സാധാരണ, ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആക്സിയലാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇതാണെങ്കിൽ ഇങ്ങനത്തെ 3 കേസ് വരാം.
ഡിപ്പെൻസ് ഓൺ ഈ ഒരു ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഈ ഒരു എക്സെൻട്രിസിറ്റി വാല്യൂ അനുസരിച്ച് 3 രീതിയിൽ നമുക്ക് വരാം. ഓക്കെ, ചിലപ്പോ ഇപ്പോ ടെൻഷൻ വളരെ കുറവാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട ഫിഗറില്ലേ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാം. ഓക്കെ, അത് ആ ഒരു ബെൻഡിങ് സ്ട്രെസ്സും ആക്സിയൽ സ്ട്രെസ്സും കൂടിയുള്ള അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് ലോഡ് ഫ്രം ദി സെന്റർ ഓഫ് ദി കോളം സച്ച് ദാറ്റ് if loads act within this distance there is no tension in the column. അതായത് കോളത്തിന്റെ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം മാറ്റി ലോഡിനെ വെക്കാൻ പറ്റും ടെൻഷൻ ഉണ്ടാവാത്ത ഒരു കണ്ടീഷനിൽ, അതാണ് ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. കോളത്തിന്റെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയാം. അത് സെന്ററിൽ നിന്നും അകലേക്ക് നീക്കും തോറും ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടി വരും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അവിടെ ടെൻഷൻ ഡെവലപ്പ് ആവും. അപ്പോൾ അതാണ് അതിന്റെ ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതാണ് ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി. സാധാരണ സിഗ്മ 0 വരുന്ന പോയിന്റ് ആണ് ഈ പറയുന്ന ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി നമ്മൾ എടുക്കുക. ഇതാണ് ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി. നമുക്കറിയാം മാക്സിമം സ്ട്രെസ് P/A + M/Z ആണ്, മിനിമം സ്ട്രെസ് P/A - M/Z ആണ്. ഈ ഒരു കേസിൽ ഒരിക്കലും ഇത് 0-നേക്കാളിലും താഴോട്ട് പോകാൻ പാടില്ല. കാരണം അപ്പോൾ അവിടെ ടെൻഷൻ ഡെവലപ്പ് ആവും, ക്രാക്ക് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഡാമോ അല്ലെങ്കിൽ റീടൈനിങ് വോളോ ഒക്കെ ആണെങ്കിൽ ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളത്തിന്റെ ഉള്ളിൽ കയറും, പെട്ടെന്ന് തന്നെ സ്ട്രക്ചർ ഫെയിൽ ആവും. സോ ദിസ് ഈസ് അവർ ക്രിട്ടിക്കൽ കണ്ടീഷൻ. സോ ഇതിങ്ങനെ എഴുതുക, ഇതിനെ സോൾവ് ചെയ്യുക, M/Z അങ്ങോട്ട് കൊണ്ടുപോവുക, എമ്മിന് P × E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഈ പിയും ക്യാൻസൽ ആയി പോവും. സോ E should be less than Z/A. അതായത് ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്ന വാല്യൂ Z/A-നെക്കാട്ടിലും കുറവായാൽ അവിടെ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് നമുക്ക് ഈ ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റിയുടെ തിയറി പോർഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി ഷുഡ് ബി ലെസ് ദാൻ Z/A. Z എന്ന് പറഞ്ഞാൽ I/Y ആണ്. നമുക്ക് നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ എടുക്കുകയാണ്. റെക്ടാങ്കുലർ സെക്ഷൻ ഇത് പ്ലാൻ വ്യൂ ആണ്, കോളത്തിന്റെ പ്ലാൻ വ്യൂ ആണ്. സോ ഈ ഒരു ബ്ലാക്ക് ഫിഗർ നിങ്ങൾ ഇപ്പൊ ഇല്ല എന്ന് വിചാരിക്കാം, ഇപ്പൊ ആ ഫിഗർ അവിടെ ഇല്ല. ഓക്കെ, നമ്മൾ ഇതിന്റെ ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി നോക്കുകയാണ്. അപ്പൊ ആദ്യം ഈ ഒരു ആക്സിസിൽ നമ്മൾ നോക്കുകയാണ്. ഈ ഒരു ആക്സിസിൽ നോക്കുമ്പോൾ നമുക്കറിയാം E എന്ന് പറഞ്ഞാൽ Z/A ആണ്. അപ്പൊ Z കാൽക്കുലേറ്റ് ചെയ്യണം. I/Y ആണ് Z. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു XX ആക്സിസ് BDQ/12 ആണ് IXX. ഇതാണ് XX ആക്സിസ്, ഇതാണ് YY ആക്സിസ്. നമുക്കറിയാം BDQ/12 ആണ് IXX. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം D/2. ZXX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I/Y. സോ BD²/6 നമുക്ക് കിട്ടും. EX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZX/A ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ D/6 എന്ന് കിട്ടും. എന്താണ് ഈ D/6ന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ആക്സിസില് ഈ D/6ന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ എവിടെ ലോഡ് പ്ലേസ് ചെയ്താലും യു വിൽ നെവർ എക്സ്പീരിയൻസ് എ ടെൻഷൻ അണ്ടർ ദി സ്ട്രക്ചർ. അതായത് ഇവിടം മുതൽ ഇവിടം വരെ നിങ്ങൾ എവിടെ ലോഡ് വെച്ചാലും എത്ര ലോഡ് വെച്ചാലും ഈ സ്ട്രക്ചറിൽ ടെൻഷൻ ഉണ്ടാവില്ല. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി നിങ്ങൾ വെച്ചാലും അവിടെയും ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് ഈ D/6ന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത് ഈ ഒരു ആക്സിസിലെ കാര്യമാണ്. സെയിം റീസൺ ഈ ഒരു ആക്സിസിലും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ പറയുന്ന D/6 വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ടെൻഷൻ ഡെവലപ്പ് ആവില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദി വാല്യൂസ് D/6 ആൻഡ് B/6. ഓക്കെ, സോ ഇപ്പൊ നമുക്കൊരു ഹോം ബസ് കിട്ടി. ഇങ്ങനത്തെ ഒരു ഹോം ബസ് കിട്ടി, ഡയമണ്ട് ഷേപ്പിലുള്ളത്. ഇതിനെയാണ് നമ്മൾ കോർ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ കേണൽ എന്നും പറയാറുണ്ട്. കോർ അല്ലെങ്കിൽ
കേണൽ എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താണ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if the force is acting within the core or kernel, the structure never experience tension in any part of the structure. അതായത് സ്ട്രക്ചറിന്റെ ഒരു ഭാഗത്തും എന്തുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് ഈ ഒരു കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ റെക്ടാങ്കുലർ കോർ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് സർക്കുലർ സെക്ഷനിലേക്ക് പോവാം. ഇതിലെ ലിമിറ്റ് ഓഫ് എക്സ്റ്റൻഷനുള്ള ഫോർമുല സെയിം ആണ്. സെഡും ഐയും ഒക്കെ മാറും. സെഡ് ഇസ് ഈക്വൽ ടു ഐ ബൈ വൈ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെഡ് ഇങ്ങനെ കിട്ടും. ഏരിയക്ക് പൈ ഡി സ്ക്വയർ ബൈ 4 കൊടുക്കുക. ക്യാൻസൽ ചെയ്യുമ്പോൾ ഡി ബൈ 6 കിട്ടും. ഇതിന്റെ മീനിങ് എന്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ദൂരം ഡി ബൈ 8 എന്ന് പറയുന്ന ദൂരത്തിൽ എവിടെ ഫോഴ്സ് കൊണ്ടുപോയി വെച്ചാലും ഈ ഒരു കോളത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി, ദാറ്റ് ഈസ് d by 8 ഫോർ ദി സർക്കുലർ സെക്ഷൻ. ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലംസ് ഒക്കെ വളരെ ഈസിയാണ്. ഒരു ലോഡ് ഉണ്ട് 240 കിലോമീറ്റർ, എക്സെൻട്രിസിറ്റി 10 mm പ്ലേസ് ചെയ്തേക്കാണ്. സ്ട്രെസ് കാരണം ഡയറക്റ്റ് ഫോർമുലയാണ്. ശ്രദ്ധിക്കേണ്ടത് കിലോമീറ്റർ ന്യൂട്ടണിലേക്ക് മാറ്റണം. ഇ എഴുതി, ബി എഴുതി, ഡി എഴുതി, ഏരിയ കണ്ടുപിടിച്ചു, ഇതിൽ കൊടുക്കണം. ഇത് റെക്ടാങ്കുലർ സെക്ഷന് മാത്രമാണ് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പി ബൈ എ പ്ലസ് എം ബൈ സെഡ് എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാണ് നിങ്ങളുടെ സ്ട്രെസ്. മിനിമം സ്ട്രെസ് 5.6 ആൻഡ് മാക്സിമം സ്ട്രെസ് 10.4. ഇത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്സിയൽ സ്ട്രെസ് അതിന്റെ റിസൾട്ടന്റും ബെൻഡിങ് സ്ട്രെസ്സിന്റെ റിസൾട്ടന്റും കൂടിയിട്ടാണ്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇതൊരു ഹോളോ സർക്കുലർ സെക്ഷൻ ആണ്. ഇതിന് 250 mm ആണ് ഔട്ട്സൈഡ് ഡയമീറ്റർ, 150 mm ആണ് ഇൻസൈഡ് ഡയമീറ്റർ. സോ carries a vertical load of 400 kilonewton along one of the plane. ഒരു പ്ലെയിനിൽ മാത്രം ആക്ട് ചെയ്യുന്നുണ്ട്. 100 mm away from the axis. ഇവിടെ നിന്നും 100 mm മാറിയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സ്ട്രെസ് കാണണം. നമ്മുടെ പി ബൈ എ പ്ലസ് എം ബൈ സെഡ് എന്ന് പറയുന്ന ഫോർമുല തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത് സെഡിന്റെ കാൽക്കുലേഷൻ ആണ്. സെഡിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഐന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഐന്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ പുറത്തുള്ള സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ഉള്ളിലുള്ള സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതാണ് നമ്മുടെ സംഭവം. സോ നമുക്ക് ആദ്യം ഡയമീറ്ററുകളൊക്കെ എഴുതി വെക്കാം. ഫോഴ്സിനെ ന്യൂട്ടണിലാക്കാം. എക്സെൻട്രിസിറ്റി കാണാം. ഡിസ്റ്റൻസ് ടു ദി എക്സ്ട്രീം ഫൈബർ ദാറ്റ് ഈസ് വൈ. ഈ വൈ കിട്ടിയാലാണ് നമുക്ക് സെഡ് കാണാൻ പറ്റുള്ളൂ. ഇവിടെ മുതൽ എക്സ്ട്രീം ആയിട്ടുള്ള ഫൈബറുകളുടെ ദൂരമാണ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ആണ്. ഏരിയ കണ്ടുപിടിച്ച് വെക്കാം. പുറത്തെ മൈനസ് ഉള്ളിലത്തെ ഏരിയ. മൊമെന്റ് ഓഫ് ഇനേഷ്യ പുറത്തെ സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ മൈനസ് ഉള്ളിലെ സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ പൈ ഡി റേസ് ടു 4/64 മൈനസ് പൈ ഡി റേസ് ടു 4/64 ആണ്. അതും എടുത്തു വെച്ചു. മൊമെന്റ് പി ഇൻറ്റു ഇ അത് കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ പി കിലോ ന്യൂട്ടണിനെ മാറ്റി ന്യൂട്ടണിലാക്കണം. എക്സെൻട്രിസിറ്റി മില്ലിമീറ്ററിൽ എടുക്കണം. സോ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. സെഡ് ഇസ് ഈക്വൽ ടു ഐ ബൈ വൈ എന്ന് കൊടുത്തു. ദെൻ നമ്മുടെ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാണ്. പി ബൈ എ പ്ലസ് എം ബൈ സെഡ്, പ്ലസ് ഓർ മൈനസ് എം ബൈ സെഡ് ആണ്. സോ മാക്സിമം കിട്ടാനായിട്ട് പി ബൈ എ പ്ലസ് എം ബൈ സെഡ്. ഓക്കെ, അപ്പോൾ ഓരോ ടൈം എഴുതുമ്പോഴും നിങ്ങളത് ഫീൽ ചെയ്യുക. പി ബൈ എ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ആണ്. അത് ഫുള്ളായിട്ട് ഒരുപോലെയാണ് ഇരിക്കുക കോളത്തില്, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ. മാഗ്നിറ്റ്യൂഡ് 12.73. ഇതാണ് ബെൻഡിങ് സ്ട്രെസ്. എം ബൈ സെഡ് ആണ്. ഇവിടെ മൈനസ് 29.94ഉം ഇവിടെ പ്ലസ് 29.94 ആണ്. ഇനി റിസൾട്ടന്റ് കിട്ടാനായിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മിനിമം 17.21 ടെൻഷൻ കിട്ടും. ഇവിടെ 42.67 കംപ്രഷൻ കിട്ടും. ഓക്കെ, ഇത് മറ്റൊരു പ്രോബ്ലം ആണ്. ഇതൊരു ഷോർട്ട് കോളം ഓഫ് എക്സ്റ്റേണൽ ഡയമീറ്റർ 400, ഇന്റേണൽ ഡയമീറ്റർ 200, ലോഡ് 80 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് എക്സെൻട്രിസിറ്റി വിച്ച് ദ ലോഡ് ക്യാൻ ഹാവ് വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ടെൻഷൻ. ടെൻഷൻ ഉണ്ടാവാത്ത രീതിയിലുള്ള
എക്സെൻട്രിസിറ്റി കാണുന്നത്, ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റി കാണാനായിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിത് ഹോൾ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഇല്ല. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, സോ ആദ്യം ഡയമീറ്ററുകൾ എഴുതി വെച്ചു, ലോഡിനെ ന്യൂട്രണിലാക്കി മാറ്റി വെച്ചു, ഏരിയ കണ്ടുപിടിച്ച് വെച്ചു, മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ച് വെച്ചു. ഇത് രണ്ടും കാണാൻ ഡിബേറ്റ് ടെക്നിക്ക് പുറത്തെ സർക്കിളിന്റെ മൈനസ് ഉള്ളിലത്തെ സർക്കിളിന്റെ. ഓക്കെ, ദെൻ ഡിസ്റ്റൻസ് ടു ദി എക്സ്ട്രീം ഫൈബർ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 400/2, അതും എഴുതി വെച്ചു. സെക്ഷൻ മോഡുലസ് കണ്ടുപിടിച്ചു, I/Y അത് കിട്ടി. മൊമെന്റ് നമുക്കറിയില്ല മൊമെന്റ് എത്രയാണ്. സോ നമ്മൾ P/E എന്ന് എഴുതി. ഈ വാല്യൂ ആണ് നമുക്ക് അറിയാത്തത്. സോ P ന്യൂട്ടണിൽ ഇട്ടിട്ട് എക്സിനെ മില്ലിമീറ്ററിൽ കൊടുത്തു, ഇക്ക് പകരം എക്സ് എന്ന് കൊടുത്തു. ഇത് നമ്മൾ ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P/A - M/Z = 0. ഇത് ശരിക്കും ലിമിറ്റ് ഓഫ് എക്സെൻട്രിസിറ്റിയുടെ ഫോർമുലയാണ്. അപ്പൊ ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. ഇത് മുതൽ കട്ട് ചെയ്ത് കളയാ, സോൾവ് ചെയ്യാ. ദെൻ വി ഗെറ്റ്, ശരിക്കും ഇത് Z/A എന്ന് പറയുന്ന വാല്യൂവിനാണ് വരിക. Z/A തന്നെയാണ് വരിക. ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ചെന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ E = Z/A. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z/A ആണ് വരിക. 62.6 mm. അതായത് 62.6 mm വരെ അല്ലെങ്കിൽ 62.6 mm നമ്മൾ ലോഡ് എവിടെ വെച്ചാലും അവിടെ ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇതിൽ പറയണത്. ഓക്കെ, ദാറ്റ് ഈസ് ദി കോർ. അപ്പൊ 62.6 ആണ് കോറിന്റെ റേഡിയസ്. 62.6 ആണ് കോറിന്റെ റേഡിയസ്. ഓക്കെ, ഇതൊരു ഹോളോ റെക്ടാങ്കുലർ മേസണറി പിയർ ആണ്. ഇതിന്റെ ഡയമെൻഷൻ വന്നിട്ടുണ്ട്. വാൾ തിക്നെസ് 0.15 മീറ്റർ ആണ്. അപ്പോൾ വെർട്ടിക്കൽ ലോഡ് 100 kN ആക്ട് ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ പ്ലെയിൻ ബൈസെക്ടിങ് 1.2 മീറ്റർ സൈഡ് അറ്റ് ആൻ എക്സെൻട്രിസിറ്റി. അതായത് 1.2 മീറ്റർ, ഇതാണ് 1.2 മീറ്റർ. 1.2 മീറ്റർ സൈഡിൽ എക്സെൻട്രിസിറ്റി 0.1 മീറ്റർ ഫ്രം ദി ജോമെട്രിക്കൽ ആക്സിസ് ആണ്. അപ്പൊ സ്ട്രെസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ബ്രെഡ്ത്തും ഇന്റേണൽ ഡെപ്തും നമ്മൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് പുറത്തുള്ള ബ്രെഡിൽ നിന്നും 2 തിക്നെസ് കുറയ്ക്കണം. അതാണ് ഈ ഒരു 150 കുറച്ചിട്ടുള്ളത്. ശരിക്കും ഇത് 1.2 മീറ്റർ ആണോ, ഇത് 1.2 മില്ലിമീറ്റർ ആയിട്ടുള്ള 1.2 മീറ്റർ ആണ്. ഇങ്ങനെ 1.2 മീറ്ററും ഇങ്ങനെ 0.8 മീറ്ററും ആണ്. സോ ഉള്ളിലത്തെ കിട്ടാനായിട്ട് 1.2 - 0.15 - 0.15. ഇവിടുത്തെ ഡെപ്ത് കിട്ടാനായിട്ട് 800 - 0.15 ആൻഡ് -0.15. സോ 500. ഏരിയ കണ്ടുപിടിച്ച് വെക്കുക. ഉള്ളിലത്തെ ഏരിയ പുറത്തെ ഏരിയ മൈനസ് ഉള്ളിലത്തെ ഏരിയ. മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാം വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ്. ഈ ആക്സിസ് വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നിങ്ങളുടെ എക്സെൻട്രിസിറ്റി എവിടെയാണോ എടുക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കേണ്ടത്. ഓക്കെ, സോ എക്സെൻട്രിസിറ്റി ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആക്സിന് വിത്ത് റെസ്പെക്ട് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എടുക്കേണ്ടത്. സോ 1.2 × 800³ / 12 മൈനസ് ഉള്ളിലത്തെ BD³ / 12. സോ നമുക്ക് ഇതിന്റെ I കിട്ടും. ബെൻഡിങ് മൊമെന്റ് നമുക്കറിയാം P/E. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉള്ള എക്സ്ട്രീം ഫൈബറിലോട്ടുള്ള ദൂരാണ്. സോ 800/2. ദെൻ സെക്ഷൻ മോഡുലസ് കാണാം I/Y. ദെൻ നമ്മുടെ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം. P/A + M/Z എന്ന് പറയുന്ന ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക. P/A എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് ആണ്, ഇത് ബെൻഡിങ് സ്ട്രെസ് ആണ്. രണ്ടും കൂടി കൂട്ടും കുറയ്ക്കും ചെയ്യാം. കൂട്ടിയത് ഇവിടെ എഴുതുക, കുറച്ചത് ഇവിടെ എഴുതാം. ഇതാണ് ഇതിന്റെ ഡയറക്റ്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് ഇതിന്റെ റിസൾട്ടന്റ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഇതില് നമുക്ക് മിഡിൽ തേർഡ് റൂൾ എന്ന് പറഞ്ഞിട്ടൊരു റൂൾ പഠിക്കാനുണ്ട്. അതായത് ഫോർ റെക്ടാങ്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബേസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡാമുകള്, റീറ്റെയിനിങ് വാളുകള്, അതുപോലത്തെ കോളം, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ മൊത്തം അതിന്റെ അടിഭാഗം എടുക്കുക, അടിഭാഗത്തെ ലെങ്ത് എടുക്കുക. ഫോർ എക്സാമ്പിൾ ആ ഒരു ലെങ്ത് B ആണെന്ന് വിചാരിക്കുക.
അതിനെ 3 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 2 3 കഷ്ണമായിട്ട് മാറും. അപ്പോൾ അതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് ഇന്നർ മിഡിൽ തേർഡിലാണെങ്കിൽ, അതായത് 3 ആക്കി തിരിച്ചതില് തേർഡാക്കി തിരിച്ചിട്ടില്ല, ഇന്നർ മിഡിൽ തേർഡിലാണെങ്കിൽ അതിൽ ടെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇത് ശരിക്കും നമ്മുടെ കോറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ്. കോറ് പഠിച്ചതിന് ശേഷം നമ്മൾ വരുന്ന അതിന്റെ ഒരു റൂളാണ്, അതിന്റെ ബേസിൽ വന്ന ഒരു റൂളാണ്. സോ ഇഫ് ദി റിസൾട്ടന്റ് ഈസ് ആക്ടിങ് ത്രൂ ദി ഇന്നർ മിഡിൽ തേർഡ് ഓഫ് ദി ബേസ് ദർ ഈസ് നോ ടെൻഷൻ അണ്ടർ ദി സ്ട്രക്ചർ. ഇങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. ഇത് റെക്ടാങ്കുലർ ബേസ് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് ജനറൽ ആയിട്ട് പറയുന്നതാണ്. ചിലപ്പോൾ റെക്ടാങ്കുലർ ആയിട്ടുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ളതായിരിക്കാം, ഡയമണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ആയിരിക്കാം. എന്തായാലും ഏത് സെക്ഷൻ ആയാലും അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയ നമ്മൾ കോർ അല്ലെങ്കിൽ കേണൽ ഓഫ് ദി സെക്ഷൻ എന്നാണ് വിളിക്കുക. അത് ഹോളോ സർക്കുലർ സെക്ഷനോ റെക്ടാങ്കുലർ സെക്ഷനോ അല്ലെങ്കിൽ ഹോളോ റെക്ടാങ്കുലർ സെക്ഷനോ എന്തായാലും അതിനൊക്കെ എന്തുണ്ടാവും, കോർ ഉണ്ടാവും. കോറിന്റെ ഉള്ളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിടത്തും എന്തുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. ദർ ഈസ് നോ ടെൻഷൻ ഡെവലപ്ഡ് എനിവെയർ ഇൻ ദി സ്ട്രക്ചർ. അതാണ് കോറിന്റെയും കേണലിന്റെയും ഒരു പ്രത്യേകത ഡെഫിനേഷൻ. ഇത് ജനറൽ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. ഇത് സ്പെസിഫിക്കലി റെക്ടാങ്കുലർ ബേസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു റൂളാണ്, മിഡിൽ തേർഡ് റൂൾ. ഓക്കെ, ഇതുപോലെ സർക്കുലർ സെക്ഷൻ ഒരു റൂൾ ഉണ്ട്, അതൊരു മിഡിൽ ക്വാർട്ടർ റൂൾ എന്നാണ് പറയുക. നമുക്ക് d/8 അല്ലേ വന്നത്, d/8 കൂട്ടുമ്പോൾ d/4 ആവും. അപ്പോൾ ആ ഒരു സെൻട്രലത്തെ d/4 വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിന് റൂൾ ഉണ്ട്. പക്ഷെ ഇതാണ് കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള റൂള്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ സ്ട്രക്ചേഴ്സ് ഒക്കെ റെക്ടാങ്കുലർ ആണ് കൂടുതലും വരിക, സർക്കുലർ ആയിട്ട് വരാറില്ല. വളരെ റെയർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാത്രമേ വരുള്ളൂ. താങ്ക് യു.